ഇന്ന് 27/2/2025. ഇന്നത്തെ ദിവസം ആര് മറന്നാലും നമ്മൾ ഏറ്റുമാനൂരുകാർ മറക്കില്ല അല്ലേ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിലെ കൊടിയേറ്റിൻ്റെ ദിവസമാണ് കേട്ടോ. അതായത് നമ്മുടെ ഒന്നാം ഉത്സവത്തിൻ്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പം ഈ കാഴ്ചപ്പന്തൽ നിങ്ങൾ റീൽസിനകത്തൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഞാൻ റീൽസിനകത്തൂടെ കണ്ടപ്പോഴത്തേനും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇത് നമ്മുടെ ഏറ്റുമാനൂർ തന്നെയാണോ, നമ്മുടെ ഏറ്റുമാനൂർ അമ്പലം തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഏറ്റുമാനൂരുകാർ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര അതിഗംഭീരമായിട്ടാണ് നമ്മുടെ അമ്പലം ഇപ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 10:45 കൂടിയാണ് കേട്ടോ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 10:52, 53 ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ കൊടിയേറ്റിൻ്റെ സമയം എന്ന് പറയുന്നത്. ആ സമയത്താണ് കൊടിയേറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാവാം ആദ്യം നമുക്ക് ഒത്തിരി ക്രൗഡായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ വെയിലത്ത് നിന്ന് നമ്മളെല്ലാവരും നമ്മളെപ്പോലെ തന്നെ ഒത്തിരി പേര് കൊടിയേറ്റ് കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നേ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് കേട്ടോ നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിലുള്ളത്. അതുപോലെ തന്നെ മാർച്ച് 6-ാം തീയതിയാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഏഴര പൊന്നാന ദർശനം ഉള്ളത്. പിന്നെ മാർച്ച് 8-ാം തീയതിയാണ് ആറാട്ടെന്ന് പറയുന്നത് കേട്ടോ. എല്ലാ പ്രാവശ്യത്തെയും പോലെ ജയറാമും അതുപോലെ തന്നെ ആശാശരത്തും ഒക്കെ ഇപ്രാവശ്യം നമ്മുടെ അമ്പലത്തിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ വാനമ്പാടിയായിട്ടുള്ള ചിത്ര ചേച്ചിയുടെ ഒരു ഗാനമേള കൂടി ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ. പിന്നെ ഇന്ന് കൊടിയേറ്റ് ആയതുകൊണ്ട് തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളതിൽ വെച്ചിട്ട് 5 മണിയോട് കൂടി മെഗാ തിരുവാതിര അവിടെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. പിന്നെയുണ്ടല്ലോ, വേറൊരു കാര്യം പറയാൻ വിട്ടുപോയേ, ഞാൻ കാഴ്ചപ്പന്തലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ഇന്നാണ് കേട്ടോ നടത്തുന്നത്. അത് ഏകദേശം ഒരു 5:30 to 6 മണി, ചിലപ്പം അതിലും കൂടുമായിരിക്കും. ആ ഒരു സമയത്താണ് അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മങ്ങൾ നടക്കുന്നത്. അതൊന്ന് സ്വിച്ച് ഓൺ ആക്കുമായിരുന്നെങ്കിലല്ലേ നമുക്കൊന്ന് സെറ്റപ്പായിട്ടൊരു 2 വീഡിയോ ഒക്കെ എടുത്ത് ബാക്കി റീൽസും കൂടെയൊക്കെ ചെയ്യാമായിരുന്നു. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലുള്ള കുറേ പേർക്കല്ലേ. നമ്മൾ ഏറ്റുമാനൂരുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം നമ്മുടെ ഏറ്റുമാരപ്പനാണല്ലേ. നമ്മുടെ സകലതും, നമ്മുടെ സകല വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഏറ്റുമാരപ്പൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം, ആഹാ, ഒന്നും പറയാനില്ല കേട്ടോ. അതിൽ നമ്മളാണെങ്കിലും എന്താപത്തിനാണെങ്കിലും നമ്മൾ ആദ്യം വിളിക്കുന്നത് എൻ്റെ ഏറ്റുമാരപ്പ എന്നുള്ള ഒരു വാക്കായിരിക്കും അല്ലേ. ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമോ, പെട്ടെന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു നല്ല കാര്യം വരും, എന്താണെങ്കിൽ പോലും നമ്മൾ എൻ്റെ ഏറ്റുമാരപ്പ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ലോകത്ത് നമ്മൾ ഏറ്റുമാരുകാർ വേറെ എവിടെ പോയാലും കിട്ടില്ല. അതുപോലെ തന്നെയാണ് വൈക്കത്തുള്ളവർക്ക് വൈക്കത്തപ്പനും, ഗുരുവായൂരുള്ളവർക്ക് ഗുരുവായൂരപ്പനും, അങ്ങനെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞങ്ങൾ ഏറ്റുമാനൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ കണ്ട കൊടിക്കൂറ, അതായത് ആ കൊടിക്കൂറ സമർപ്പണത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇടണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൊടിക്കൂറ സമർപ്പണത്തിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത ദിവസം കേട്ടോ. പിന്നെ ചെറിയൊരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് പക്ഷെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, അതുപോലെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിനനുസരിച്ച് ഒരു 11 മണി, ഒരു 10:30 ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര വെയിലിൻ്റെ സമയമാണല്ലേ. പിന്നെ അങ്ങോട്ട് ഭയങ്കര വെയിലായിരിക്കും. ഈ വെയിലത്ത് ഇത്രയും ആൾക്കാർ അവിടെ വരുന്നു, അതിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് എന്നാ പറയുന്നത്, ഏറ്റുമാരപ്പനെ ഒരു നോക്ക് കാണാനും കൊടിയേറ്റ് കാണാനും ഉള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് വരുന്നവരല്ലേ. എന്ത് വേദനകൾ സഹിച്ചിട്ടായാലും അത് കാണണം എന്ന് മനസ്സിൽ ദൃഢനിശ്ചയത്തോടു കൂടി വരുന്ന ആൾക്കാരായിരിക്കും അതെല്ലാവരും. ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ. വെയിലാണ്, എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ഓർത്ത് മടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പല അസുഖബാധിതരായിട്ടുള്ളവരും അസുഖങ്ങളുള്ളവരും ഒക്കെ കാണുമായിരിക്കും. അവരെ ഞാനിതിൽ ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഒരേ സാഹചര്യങ്ങളും കാര്യങ്ങളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇനി 10 ദിവസത്തേക്ക് നമ്മുടെ ഏറ്റുമാരപ്പൻ ഈ കൊടിക്കൂറയിലും ഈ കൊടിമരത്തിലും പിന്നെ നമ്മളിൽ ഒരാളായിട്ടും ഏറ്റുമാനമ്പലത്തിലെ ഉത്സവവും കാര്യങ്ങളും കാഴ്ചകളും അവിടെ നടക്കുന്ന പരിപാടികളും ഒക്കെ കണ്ടിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ.
പിന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ അമ്പലത്തിൽ സൈഡിലായിട്ട് ഒരു ആൽമരത്തറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴേലും പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൽമരത്തറയുടെ താഴെയായിട്ട് കുറേ ഇലകളൊക്കെ വീണ് കിടപ്പുണ്ടായിരിക്കും അല്ലേ ആൽമരത്തിൻ്റെ. ആ ഇലകളിൽ കല്ലുകളൊക്കെ കൂട്ടി വെച്ച് ഇരിക്കുന്നത് നിങ്ങൾ എപ്പോഴേലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അതെന്തിനാണ് പെറുക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്കും അറിയില്ല. പക്ഷേ ഞാൻ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടുകൂടി ഏറ്റുമാനൂരമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേനും ഉണ്ടല്ലോ, നമ്മുടെ കൂട്ടുകാരും ഞാനും ഉൾപ്പെടെ ഇതുപോലെ അവിടെ നിന്ന് ഒരു ഇല എടുക്കുന്നു, പെറുക്കി വെക്കുന്നു. അത് എന്തിനാണ് പെറുക്കി വെക്കുന്നതെന്ന് പറയാം, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞിട്ട് ഒരു കല്ല് പെറുക്കി വെക്കുമ്പോൾ നമ്മുടെ ആ ഒരു ആഗ്രഹം സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ എത്ര കല്ലുകൾ പെറുക്കി വെക്കുന്നോ അത്രയും ആഗ്രഹങ്ങൾ നമ്മുടെ ദൈവം നമുക്ക് സാധിച്ചു തരുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഇക്കുറി പോയപ്പോഴും ഞാനും ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടേ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റുമാനൂരമ്പലത്തിലെ അടുത്ത കുറച്ച് കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചാനലിൽ 827 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പം 1K ആവാൻ വേണ്ടി ഇനി കുറച്ച് ആൾക്കാരോടെയൊക്കെ വേണം. അപ്പോൾ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണിച്ചത് മൂരിയാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറൊരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് ആൽത്തറ എന്ന് പറയുന്നത്. ഇനി എപ്പോഴേലും നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ, ഇങ്ങനെ കല്ലുകൾ പെറുക്കി വെക്കുന്നത്. ഇനി അഖില പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആരും കല്ലൊന്നും ദയവേത് പെറുക്കി വെച്ചേക്കരുത് കേട്ടോ. എനിക്കറിയില്ല അതിൻ്റെ വിശ്വാസം. അറിയാവുന്ന ആൾക്കാരോട് ആരോടെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചിട്ട് എന്തായാലും ഞാനും പറഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനും അത് സമ്മതിക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആരും ആഗ്രഹമാണ് എന്നും പറഞ്ഞുകൊണ്ടൊന്നും പെറുക്കി വെക്കാൻ പോയേക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.